ആ ഒരു ടീം നമ്മൾ ഡെവലപ്പ് ചെയ്തു. ശരിക്കും അവിടെ നിന്നാണ് ഒരു ടീം വർക്കിൻ്റെ അനിവാര്യത നമുക്ക് ബോധ്യപ്പെടുന്നതും. ആ ടീം വർക്ക് ഇപ്പോഴും അതിൽ നമ്മൾ അന്നും ഇന്നും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ടീമിൽ നിൽക്കുന്നവരോട് ഇത് മാത്രം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇത് മാത്രമാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നവരെ നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നന്നായി പഠിക്കുക, ഒപ്പം സംഘടന പ്രവർത്തനം നടത്തുക. പഠിപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയോ മറ്റെന്തെങ്കിലും കാര്യത്തിൽ പോകണം, അല്ലാതെ ഒരാൾ ഈ ടീമിൽ വേണ്ട. അന്ന് മുതലേ നമ്മൾ നിർബന്ധിക്കണം. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ടീമിലുള്ള എല്ലാ ആളുകളും ഒന്നുകിൽ നല്ല വക്കീലന്മാരാണ്, നല്ല ബിസിനസ്സുകാരുണ്ട്, നന്നായി ബിസിനസ് ചെയ്യുന്ന നല്ല നല്ല മിടുക്കന്മാരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്. വ്യത്യസ്തമായ ഒരുപാട് ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഗ്രൂപ്പ്. പ്രവർത്തിക്കുന്ന ടീമാണ്. ഇപ്പം നമുക്കിവിടെ സ്വാതന്ത്ര്യ സമരം നടക്കണില്ലല്ലോ, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ അതിൽ ഭയങ്കര ഇൻ്റലിജൻ്റ് അപ്രോച്ച് നമ്മൾ പറയും. മാസ്റ്റർ മൈൻഡ്സ് പറയും. ഈ മാസ്റ്റർ മൈൻഡ്സ് പറഞ്ഞാൽ നന്നായി ചിന്തിക്കുന്ന ഓരോ മൈൻഡിൽ ആൾക്കാർ വരുമ്പോണ്ടാവുന്ന സിനർജി, ആ എനർജിയാണ് ഒരു സംഘടന ഏറ്റവും ശക്തമായിട്ടുള്ള എനർജിയുമാണ്. അത് മാത്രമല്ല, നമുക്ക് ഉദ്ദേശിച്ച കാര്യം നടക്കാൻ, ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായാൽ അവിടേക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ, ഇതിനൊക്കെ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു ടീമാവുമ്പോൾ നമുക്കത് സിമ്പിളായി നടക്കും. മറ്റേന്ന് പറയുമ്പോൾ നമുക്കത് സക്സസ് ആക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പരിപാടികൾ, KSUവിൻ്റെ ഒക്കെ പരിപാടികൾക്ക് ഇഷ്ടംപോലെ വലിയ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ടീം വർക്കിലാണ്. അല്ല, ടീം വർക്ക് ചരിത്രം നോക്കൂ. ഗാന്ധി ഒറ്റ നടന്നുകൊണ്ടൊന്നും സ്വാതന്ത്ര്യം കിട്ടില്ല. അവിടെ ടീം ഡെവലപ്പ് ചെയ്ത് വന്നു. ജീസസ് ക്രൈസ്റ്റ് ടീമിൽ ഡെവലപ്പ് ചെയ്തു. എല്ലാ സക്സസിൻ്റെ പുറകിലും ടീം വർക്കാണ്. ആ ടീം വർക്ക് ഇല്ലാത്ത ഒരു ലീഡർക്കും നിരന്തരമായി വല്ലപ്പോഴൊക്കെ വിജയിക്കുന്നില്ലാണ്ട് ഒരു ഓർഗനൈസേഷന് മുന്നിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ജോസ് വളർന്ന വ്യക്തിക്ക് ആ ടീമിന് വർക്ക് ചെയ്യാൻ, ആ ടീമിനെ ബിൽഡ് ചെയ്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. സോ യു ആർ ഇൻ്റലിജൻ്റ്ലി ഡൺ എ വണ്ടർഫുൾ ജോബ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോഴും ഷൈൻ ചെയ്ത് നിൽക്കുന്നത്. നിറഞ്ഞു. അത് മാത്രമല്ല, നമുക്കുണ്ടാവുന്ന മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്സിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ. ഒരുപാട് കയറ്റുണ്ടാവും, ഒരുപാട് ഇറക്കുണ്ടാവും. കയറ്റുണ്ടാവുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ചേരാൻ ഒരുപാട് ആളുകളുണ്ടാവും. അതേ ലോക ചരിത്രം തന്നെയാണല്ലോ. ഇറക്കുണ്ടാവുന്ന സമയത്ത് അവരിറങ്ങിപ്പോയി ഒറ്റപ്പെടും. അല്ല, ഒറ്റപ്പെടുമ്പോഴും ഒറ്റയാൻ്റെ കരുത്ത് നിങ്ങൾക്ക്. പക്ഷേ എന്നെ സംബന്ധിച്ച് എന്ത് അപ്സ് ഉണ്ടായാലും എന്ത് ഡൗണിങ് ഉണ്ടായാലും കൂടെ നിൽക്കാനുള്ള ആളുകളുണ്ടായത് ഉള്ളതുകൊണ്ട്, ഇപ്പം നമുക്കങ്ങനെ ഒരു പരാജയം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു വീഴ്ച വന്നാൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ടീമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. നമുക്കൊരു വിജയം ഉണ്ടായാലും അവർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അതൊരു പെർമനൻറ്റ് ടീമാണ്. ആ ഒരു ടീമിൻ്റെ കരുത്ത് ഭയങ്കരമായി നമുക്ക് കരുത്തുണ്ടാക്കി തരും. അല്ല, അത് തരുന്നൊരു കോൺഫിഡൻസ്, അപാര കോൺഫിഡൻസ്. പലരും പൊളിറ്റിക്സിൽ നമ്മൾ പറയാറില്ലേ, വളരെ ആക്റ്റീവായി കത്തി നിന്നിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഫിനിഷ്, പിന്നെ അവരെ കാണില്ല. ഒന്നുകിൽ അവർ തോൽക്കും, അല്ലെങ്കിൽ അവർ പരാജയപ്പെടും, അല്ലെങ്കിൽ അവർ നിർത്തും, പിന്നെ അവർ നോക്കിയാൽ കാണില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ കയറി വരാൻ സത്യം പറഞ്ഞാൽ കഴിയില്ല. അവരെ കൂടെ ആരുമില്ല. നല്ല സമയത്ത് കൂടെ 10 ആളെ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അവരിപ്പോൾ നമ്മൾ പലപ്പോഴും കുറേ നല്ല കപ്പാസിറ്റി ഉള്ള കാലിബറുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ എന്താ ആളെവിടെ പോയി, ഇയാളെ കാണാനില്ലെന്നൊക്കെ നമ്മൾ ചോദിക്കാറുള്ള കാര്യം അതാണ്. അപ്പോൾ നമുക്ക് നാളെ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ വലുപ്പത്തിലേക്ക് എത്താൻ പറ്റിയാലും പറ്റില്ലെങ്കിലും നിരാശപ്പെടേണ്ട കാര്യമില്ല. സാധാരണ ഞങ്ങൾ ട്രെയിനിങ്ങിൽ പറയും, ഈ ജനറൽ ഇലക്ട്രിക്സിൻ്റെ CEO ആയിരുന്ന ജാക്ക് വെൽഷ് പറഞ്ഞ മനോഹരമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ബിഫോർ യു ബിക്കം എ ലീഡർ, എംപവർ യുവർ സെൽഫ്. വെൻ യു ബിക്കം എ ലീഡർ, എംപവർ അതേഴ്സ്. ആദ്യം സ്വയം വളർന്നു, പിന്നെ മറ്റുള്ളവരെ വളർത്തിയെടുത്തു. ഇവിടെ ഒരു പോയിൻ്റ് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഒരു ഫുട്ബോൾ മാച്ച് എടുക്കുക, അത് ഫൈനറ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റിയൽ മാഡ്രിഡും ബാഴ്സലോണയും കളിക്കുമ്പോൾ അവർക്കറിയാം ആരെ കളിക്കാർ, ആരാണ് കോച്ച്, എത്ര, പിന്നെ കളി റൂൾസൊക്കെ അറിഞ്ഞ് കളിക്കുന്ന കളിയാണത്. അവിടെ തെറ്റുപറ്റിയാൽ റൊണാൾഡോ ആണെങ്കിലും മെസ്സി ആണെങ്കിലും ആരൊക്കെയാണെങ്കിലും ഫുട്ബോളിൽ ഔട്ട് റെഡ് കാർഡ് കണ്ടു കഴിഞ്ഞാൽ. പൊളിറ്റിക്സ് ഇൻഫിനിറ്റ് ഗെയിമാണ്. ആരാണ് അടുത്ത വെല്ലുവിളി ഉണ്ടാക്കുന്ന അറിയില്ല, എന്താ സംഭവിക്കാമെന്നറിയില്ല, എന്ത് വേണേൽ സംഭവിക്കാം. നേരത്തെ പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും. ഇതൊരു ഇൻഫിനിറ്റ് ഗെയിമാണ് ടിൽ യുവർ ലാസ്റ്റ് ബ്രെത്ത്. അപ്പോൾ ഈ ഇൻഫിനിറ്റ് ഗെയിം കളിക്കുമ്പോൾ ശ്രീ ജോസ് എടുക്കുന്ന മുൻകരുതലുണ്ടായിരിക്കുമല്ലോ, അത് വേണമല്ലോ. ഒരു വിഷനുള്ള വ്യക്തിക്ക് അതൊക്കെ കാണാൻ പറ്റണം. കാരണം എപ്പോൾ എങ്ങനെയൊന്നും പറയാൻ പറ്റാത്ത ഒരു വലിയൊരു ഗെയിമാണ് പൊളിറ്റിക്സ്. ചില കളിയാക്കി പറയും ഇറ്റ്സ് എ പോളിട്രിക്സ്. പല ട്രിക്സിലും വരുന്നതാണ്. ഇവിടെ മുൻകരുതൽ എടുക്കേണ്ട ആവശ്യം വരാറുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ.
നമുക്ക് കൃത്യമായൊരു പ്ലാനിങ് എല്ലാ കാര്യത്തിനും വേണമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും വലിയ കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു കറക്റ്റ് ഒരു പ്ലാനിങ് ഉണ്ടാവണം. സിസ്റ്റമാറ്റിക്കായിട്ടൊരു പ്ലാനിങ് ഉണ്ടായാൽ സക്സസ് ആവും. ചിലപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പൊളിറ്റിക്സിൽ എന്ന് പറയുമ്പോൾ മുൻകൂട്ടി പ്രവചിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞു വരില്ല. പക്ഷേ അങ്ങനെ പരാജയങ്ങളുണ്ടായാലും ആ പരാജയങ്ങളെ അതിജീവിക്കാൻ നമുക്ക് ടീം എന്ന് പറയുമ്പോൾ കഴിയും. പിന്നെ നമ്മുടെ ഒരു നിലപാട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഒരു നിലപാട്, നമ്മളെടുക്കുന്ന ഒരു സ്റ്റെപ്പ്, 100% സുതാര്യമായൊരു സമീപനം, അതൊക്കെ നമ്മുടെ റിസൾട്ടിനെ ഭയങ്കരമായി ബാധിക്കുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അങ്ങനെ നിരാശപ്പെടേണ്ട അല്ലെങ്കിൽ മറ്റു രീതിയിൽ വേദനിക്കുന്ന സാഹചര്യമൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. സാധാരണ പറയേ, മുന്നിൽ വരുന്ന ശത്രു നമുക്ക് എതിരിടാൻ പറ്റും, പക്ഷെ പുറകിൽ നിന്ന് വരുന്നവർ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ അവസ്ഥകളിൽ ശ്രീ ജോസ് വള്ളൂരിൻ്റെ നിലപാടെന്തായിരിക്കും? അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഒരേപോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ, അത് എല്ലായിടത്തുള്ള കാര്യമാണത്, ഒരുപാട് ആളുകളുണ്ട്, ഫാമിലിയിലുണ്ടായിരിക്കും. അതെ. അതിനിടയിലൊക്കെ ചിലപ്പോൾ നമ്മളിപ്പോൾ എത്ര അമാനുഷിക ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും വീഴില്ലോ. ഇപ്പോൾ ലീഡർ വീണില്ലേ, ഉണ്ട്. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടില്ലേ, തിരിച്ചു വരുന്നു. അതൊക്കെ നമ്മൾ അങ്ങനെ എല്ലാം വിജയിച്ച് പൊളിറ്റിക്സ് അങ്ങനെ ഇല്ലല്ലോ. അത് നമുക്കറിയാം. നമ്മൾ കേരളത്തിലെ കോൺഗ്രസിനെ കയ്യിലിട്ട് അമ്മാനാടിയ നേതാക്കന്മാർ പിന്നീട് അപ്രസക്തരായി പോയിട്ടില്ലേ? ഉണ്ട് ഇല്ലേ? പ്രഗത്ഭന്മാരായ ആളുകൾ, അല്ല, നമ്മൾ പറഞ്ഞല്ലോ ഷേക്സ്പിയർ നടത്തിയ യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് പറയുന്ന അവസ്ഥ അതൊക്കെ ഇതിൽ സ്വാഭാവികമാണ്. നമ്മളിത് ഒരു പദവിയും ശാശ്വതമല്ലല്ലോ. അത് കറക്റ്റാണ്. ഒരു പദവിയും ശാശ്വതമല്ല. അല്ലല്ല, ശാശ്വതമല്ല. ഒക്കെ റീപ്ലേസിബിൾ ആണ്. നമ്മൾ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏത് പദവിയിലിരുന്നാലും ആ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു സുതാര്യത ഉണ്ടാവുക, മറ്റുള്ളവർക്ക് കൺവിൻസ്ഡ് ആകുക നമ്മൾ ചെയ്യുന്ന കാര്യം. അതാണ് വേണ്ടത്. അതിൽ നമ്മൾ രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്ത് പോയി എല്ലാവർക്കും ഒരു സംശയം, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം ഓപ്പൺ, ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യം. അത് ഗാന്ധിയുടെ മെസ്സേജ്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അതന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം, അതിന് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ ആ ഒരു ശൈലിയിലാണ്. ഞാൻ നിങ്ങളുടെ ടീമിൻ്റെ ആയിരിക്കുമ്പോഴേ, അപ്പം ഞാനവിടെ വരുന്ന സമയത്ത് ഈ കാശ്വൽ കുട്ടികളൊക്കെ ജോസേട്ടൻ വന്നിട്ടുണ്ട്, എന്ത് സ്നേഹത്തിൽ പറയുന്നറിയാം. ഒരു വലിയ ലീഡർ ഇപ്പോൾ ജോസേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കരുണാകരൻ വരുമ്പോൾ നിൽക്കേണ്ട ഒരു ഫീലിംഗ് ആണ് ഈ പിള്ളേർക്കിപ്പോൾ നിങ്ങളോടുള്ളത്. അല്ല, അതിലെ കാര്യം വെച്ചാൽ ഞാൻ എൻ്റെ KSU കാലഘട്ടങ്ങളിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്നെ സഹായിച്ച ആൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ CN ബാലകൃഷ്ണൻ ഒരുപാട് സഹായിച്ചുള്ള ഒരാളാണ്. അതേപോലെ ജോസ് താണിക്കൽ അതിന് മുമ്പുണ്ടായിരുന്ന തലമുറയിലൊക്കെ സഹായിച്ചുള്ള ആളാണ്. അങ്ങനെ കുറേ അധികം നേതാക്കന്മാരില്ലെങ്കിൽ തന്നെ ഒരു ചെറിയ നമ്പർ ലീഡേഴ്സൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ട്രെയിൻ എടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന KSUകാരാണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണെങ്കിലും അവരും ഇതേ ഒരു സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിച്ച പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് തടസ്സങ്ങളൊക്കെ അവർക്കുണ്ടായില്ല. അപ്പോൾ ആ തടസ്സങ്ങൾ അറിയാവുന്ന ഒരാളെന്ന എനിക്ക് നമ്മളിപ്പോൾ അവരെയൊക്കെ 100% പ്രൊമോട്ട് ചെയ്യാണ്, കണ്ടറിഞ്ഞ് പ്രൊമോട്ട് ചെയ്യുക. കാരണം ആദ്യം നമ്മൾ പറയുന്ന കാര്യം, KSUകാരോട് പറയുന്ന കാര്യം, നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ പഠനം ബ്രേക്ക് ആയിട്ടുണ്ടോ, എന്താ വേണ്ടേ? ഇപ്പം നമ്മൾ സൗജന്യമായിട്ട് കോച്ചിങ് നടത്തുന്നുണ്ട്, LLB കോച്ചിങ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടീമിൽ പെട്ട നമ്മുടെ ഗ്രൂപ്പുണ്ട്. അതേപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് സാമ്പത്തിക സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പഠനം മുടങ്ങിപ്പോയവർക്ക് അത് വീണ്ടും, അതിപ്പോൾ ഏജ്ഡ് ആണെങ്കിൽ പോലും അവരൊക്കെ പഠിക്കണമെന്നുള്ളതും നമ്മൾ 100% നമ്മൾ ആദ്യം പറയുന്നൊരു കാര്യമാണ്. എഡ്യൂക്കേഷൻ വാല്യൂ കൊടുത്തിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഇപ്പോൾ ശരിയായ ഒരു ഗൈഡ് ലൈൻ കിട്ടുന്ന സമയത്ത്, ഇപ്പോൾ എനിക്കൊക്കെ പറ്റിയ കാര്യം വെച്ചാൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കറക്റ്റ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കറക്റ്റ് ഗൈഡ് ലൈൻ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം അന്ന് നമുക്ക് ഒന്ന് ഈ കാലഘട്ടം പോലെയല്ലോ. ഇന്ന് നമുക്ക് ഏത് കുട്ടിക്കും ഏത് കോഴ്സ് എടുക്കണം, അത് എവിടെ പഠിക്കണം, ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റി പോകണം, ഏത് A to Z അറിയാനായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ കാലഘട്ടത്തിൽ ചോദിച്ചറിയുന്നു നമുക്ക് മാർഗമില്ല. നമുക്കൊരു കറക്റ്റ് വഴി, ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഏത് കോഴ്സ് നീ പഠിക്കണം, എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് കറക്റ്റ് വഴി അറിയാൻ അന്ന് സാധിച്ചിരുന്നില്ല. പിന്നെ ഫാമിലിപ്പെട്ട ആളുകൾ ഹൈലി ക്വാളിഫൈഡ് ആയ ആളുകളായിരുന്നില്ല. വിദ്യാഭ്യാസം വലിയ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരാണെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഗൈഡ് ലൈൻ കിട്ടും. അതിൻ്റെ പേരിലൊക്കെ നമുക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ.
അപ്പോൾ അതുകൊണ്ട് ഞാനുമായി ബന്ധപ്പെടുന്ന കുട്ടികളോടാണെങ്കിലും KSU നേതാക്കന്മാരോടാണെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരോടായാലും ഞാൻ പറയാറുള്ള കാര്യം, നിങ്ങൾ എന്താ ചെയ്യണം ഇപ്പോൾ? അപ്പോൾ ഡിഗ്രി തോറ്റവർ, +2 കഴിഞ്ഞവർ, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ ഒന്നിനും പോകാത്തവരൊക്കെ ആയിട്ട് നമ്മൾ പറയും, ഞാൻ പറയും ഇന്നത് ചെയ്യ്, എന്താ ടേസ്റ്റ്, നിൻ്റെ ടേസ്റ്റ് എന്താ? അത് മനസ്സിലാക്കി അവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി, നാളെ നമുക്ക് ഒരു ജോലി ചെയ്യാൻ പോയില്ലെങ്കിൽ പോലും ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു ഇതുണ്ട്. അതിനുള്ള വാല്യൂ, ക്വാളിറ്റി മാറ്റേഴ്സ്, അതിനുള്ള വാല്യൂ മറ്റൊന്നിനും കിട്ടില്ല. അത് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവർക്ക് ആവശ്യമായ, അത് പറയൽ മാത്രമല്ല പ്രാക്ടിക്കലായിട്ട് അവർക്ക് എന്തായാലും ബുദ്ധിമുട്ട്, എന്താ നിന്റെ തടസ്സം, നിനക്ക് ഇന്ന കോഴ്സിന് പോകാൻ എന്താ തടസ്സം, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സ് ഏതാ? എനിക്ക് വക്കീലാവണം ജോസേട്ടാ. നീ ഒരു കാര്യം ചെയ്യും, നീ പോയി നമ്മളവിടെ പോയി എൻട്രൻസിൽ കോച്ചിന് ചേരും. എൻട്രൻസ് കോച്ച് ചേർന്നു, പഠിച്ചു, പാസ്സായി, നിനക്ക് അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ എന്താ, ഫീസ് വേണോ? റെഡി. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഒരുപാട് പേരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുണ്ട്. അവരൊക്കെ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് നമുക്ക് നാളെ നമുക്ക് സംഘടനാ രംഗത്ത് നമുക്ക് വലിയ രീതിയിൽ നമുക്ക് കരുത്ത് പകരുന്ന ഒരു സാധനമാണ്. അല്ല, അത് റിയൽ ലീഡേഴ്സ് മാത്രമേ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിപ്പോൾ DC പ്രസിഡൻ്റായിരുന്നു 3 വർഷം. ഈ ജില്ലയിൽ നടത്തിയ പരിപാടികൾ സമാനതകളില്ലാത്ത പരിപാടികൾ. അവിടെ നിങ്ങൾ പറഞ്ഞ കരുത്ത് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ശ്രീ ജോസ് വള്ളൂരിനെ കരുത്ത ലീഡറാക്കി. ആ കരുത്തുള്ള വേർഡ് നിസ്സാര വേർഡൊന്നല്ല. ലീഡറെ ഏറ്റവും വലിയ, ഇപ്പോൾ ശ്രീ കരുണാകരൻ്റെ ആണെങ്കിലും CN ബാലകൃഷ്ണനാണെങ്കിലും കരുത്താണ് അവരുടെ ഒരു റിയൽ ട്രംപ് കാർഡ് എന്നൊക്കെ പറയില്ലേ. ശ്രീ ജോസ് വള്ളൂരും അങ്ങനെ കരുത്ത് ലീഡറാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 കാര്യങ്ങൾ ഇടപെടലാണ്. ഒന്ന്, ജനകീയമായ സമരങ്ങൾ, നീതിക്ക് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തിയുള്ള ലീഡറാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്, അവിടെ ശ്രദ്ധിക്കണം, ചാരിറ്റബിൾ അല്ല, ചാരിറ്റബിൾ. ഈ 2 കാര്യങ്ങളിലും നിങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് നിങ്ങളെന്ന വ്യക്തി ഇന്നിവിടെ ഒരു പ്രതീക്ഷയെ മാറിയത്. ഇപ്പോൾ അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? അതന്നെയല്ലേ ശരി? ഇപ്പോൾ അത് 100% ശരിയാണ്. ഇപ്പോഴും നമ്മൾക്ക്, എന്നെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകണം. സഹപ്രവർത്തകരായ ആളുകളെ കൂടെ നിർത്തിക്കൊണ്ട് പോകണം. സമരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സമരങ്ങളിൽ പങ്കെടുക്കുക, സമരത്തിന് നേതൃത്വം കൊടുക്കുക, സമരങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ക്രൈസാണ്. ആദ്യകാലത്ത് ചാരാഷാപ്പിന് ഈ പൊതുപ്രവർത്തനത്തിലേക്ക് വരാനുള്ള എൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അവിടെ ജംഗ്ഷനിൽ സെൻറ്ററിൽ ഒരു ചാരായ ഷാപ്പ് വരികയാണ് പുതുതായിട്ട്. അപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയി നമുക്ക്. അപ്പോൾ വീട്ടിൽ അവിടെ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ, അതായത് ഇത്തിരി ഏജ്ഡായ മദ്യപാനികളായ ആളുകൾ ഒഴികെ ഉള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഭയങ്കര ഷോക്കായി. ചാരായ ഷാപ്പല്ലേ. അപ്പോൾ എല്ലാവരും കൂടി, അപ്പം ഞാനൊക്കെ ചെറുപ്പാണ്, നമ്മളൊക്കെ സ്റ്റുഡൻ്റാണെന്ന്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഈ ഷാപ്പ് പോകാൻ എന്താ ചെയ്യുക എന്നാലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഷാപ്പ് കൂടെ വേണ്ട എന്ന് തീരുമാനിച്ച് സമരം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ആ സമരത്തിന് നമുക്ക് നേരിട്ടു. കാരണം ഈ കോൺട്രാക്ടർമാരും അതുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ഗുണ്ടകളും, അതുമായി പിന്നെ മാത്രമല്ല നാട്ടിലെ കുടിയന്മാരുടെ ഭാഗത്തുള്ള വിഷയങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒരു ഗ്രൂപ്പ് വർക്ക് അവിടെ ഉണ്ട്. പിന്നെ ഞാൻ വ്യക്തിപരമായി ഈ മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളോട് അന്ന് മുതലേ, ചെറുപ്പം മുതലേ നമ്മൾ അകലം പാലിക്കുന്നതാണ്. ടോട്ടൽ നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും. നമ്മൾ ആ സമരം നമ്മൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാവുന്നൊരു വലിപ്പോ പ്രായമൊന്നും എനിക്കില്ല. പക്ഷേ എങ്കിൽ പോലും അവിടെയുള്ള ആളുകളെ മുഴുവൻ കൂട്ടി മനസ്സിൻ്റെ വലിപ്പമുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെ എൻ്റെ നാട്ടിൽ ഇതേപോലെ നമുക്ക് ടീമുണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീം നാട്ടിലുണ്ട്. സഹപ്രവർത്തകരെയും നമ്മുടെ വീടിനടുത്തുള്ളവരൊക്കെ എല്ലാവരും കൂട്ടി ഞാൻ ആ സമരം ഏറ്റെടുത്ത് 1 വർഷം ഞാൻ ആ സമരം നടത്തി. 1 വർഷം നിരന്തരമായ സമരം നടത്തിയിട്ടാണ് ആ സാധനം പൂട്ടിച്ചു. സമരം പൂട്ടി. അപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭീഷണി, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭീഷണി. അപ്പോൾ എക്സൈസുകാർ പറയണ ലൈസൻസുള്ള ഷാപ്പാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ വാദം. പോലീസുകാർ പറയണേ ഇത് സംരക്ഷിക്കലാണ് ഞങ്ങളുടെ ഡ്യൂട്ടി, കാരണം സർക്കാരിൻ്റെ നയമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മനസ്സിനകത്തുണ്ടാക്കിയ ഒരു സാധനം ഭയങ്കര പ്രഷറല്ലേ. കാരണം പോലീസും എക്സൈസും ഒക്കെ നമുക്ക് എതിരാവുക. ഞാൻ എന്നാൽ എനിക്കൊരു കത്തയച്ചു. AKആന്റണി നമ്മുടെ മനസ്സിലൊരു ഒരു റോൾ മോഡലാണ്. AKആന്റണി റോൾ മോഡലാണ്, എൻ്റെയൊക്കെ മനസ്സിൽ റോൾ മോഡലാണ്.
ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സിന് ഇത്രയും വളർച്ചയുണ്ടായതിൻ്റെ പുറകിലുള്ള ഒരു ഇക്വേഷൻ എന്താണെന്നറിയോ? കരുണാകരൻ ആൻ്റണി. ഈ 2 ഇക്വേഷൻസാണ്. കരുണാകരനെ പോലെയുള്ള ഒരു വലിയ പ്രായോഗിക തലത്തിലെ ഒരു പ്രഗത്ഭൻ ഒരു ഭാഗത്ത്, ആൻ്റണിയെപ്പോലെ ഒരു വലിയ നേതാവ്, ആദർശധീരനായ കെ ആൻ്റണി ഒരു ഭാഗത്ത്. അപ്പോൾ ആൻ്റണി KPC പ്രസിഡൻറ്റും കരുണാകരൻ മുഖ്യമന്ത്രിയും, അല്ലെങ്കിൽ ആൻ്റണി KPC പ്രസിഡൻറ്റും കരുണാകരൻ പ്രതിപക്ഷ നേതാവും. ഈ 2 പേരും തമ്മിലുള്ളൊരു ഇക്വേഷനാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ വളർച്ച. പ്രത്യേകിച്ച് ലീഡർ പ്രതിപക്ഷമാവും നേതാവാകുമ്പോൾ 9 MLA കോൺഗ്രസിനുള്ളൂ 67. ആ 9 MLA കൊണ്ടാണ് ലീഡർ പ്രതിപക്ഷ നേതാവെന്ന് വിളിക്കാൻ ആരും തയ്യാറാവാത്ത കാലഘട്ടം. ശരിക്കും പ്രതിപക്ഷ നേതാവ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ്, എനിക്ക് പ്രതിപക്ഷ നേതാവ് ആവണ്ടെന്ന് പറഞ്ഞ് മാറുന്നപ്പോൾ അപ്പോഴാണ് ഒരു അവസരം കരുണാകരന് കിട്ടുന്നത്, ലീഡർ കിട്ടുന്നത്. ലീഡർ അന്ന് ഈ 9 പേരുടെ നേതാവായിട്ട് ആരംഭിച്ച ഒരു ജൈത്രയാത്രയാണ് പിന്നീട് കോൺഗ്രസിൻ്റെ വളർച്ച. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെ ഒക്കെ നേതാവായി കടന്നു വരുന്നു കെ ആൻ്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി, VM സുധീരൻ. ഒരു ലീഡർഷിപ്പ് ഇങ്ങനെ കയറി വരുന്നു. ഇപ്പുറത്താണെങ്കിൽ കരുണാകരനെ പോലെയുള്ള അതിപ്രഗത്ഭന്മാരുടെ, അതികായകന്മാരുടെ ഒരു നിര. ഇത് രണ്ടും കൂടെ സംയോജിച്ചു മുന്നോട്ട് പോയപ്പോഴാണ് കോൺഗ്രസ് വലിയ ശക്തിയായി കോൺഗ്രസ് ഇവിടെ മാറിയതും UDF എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയതും കരുണാകരനാണ്. അപ്പോൾ അന്ന് കെ ആൻ്റണി നമ്മുടെ മനസ്സിലൊരു റോൾ മോഡലാണ്. ഒരു നിഷ്പക്ഷമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, നമ്മുടെയൊക്കെ മനസ്സിൽ റോൾ മോഡലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ് കെ ആൻ്റണി. അപ്പോൾ കെ ആൻ്റണി ഞാൻ കത്ത് അയച്ചു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്. കത്തിന് എനിക്ക് മറുപടി വന്നു, സമരമായി മുന്നോട്ട് പോക്കോ. കെ ആൻ്റണി മദ്യത്തിനെതിരാണല്ലോ, സമരമായി ധൈര്യമായി മുന്നോട്ട് പോകും, നമുക്കൊരവസരം വരുമ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് മറുപടി കിട്ടി. അതേപോലെ തന്നെ നമ്മൾ 1 വർഷം നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി ഷാപ്പ് പൊട്ടിച്ചുട്ട. പക്ഷേ പിന്നീട് കെ ആൻ്റണി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം എടുത്ത ഒരു വലിയ തീരുമാനം, അതിൽ വിവാദങ്ങളുണ്ടായി. ആ തീരുമാനം ശരിയാണ് തെറ്റാണെന്നൊക്കെയുള്ള ഇതിൽ ചർച്ചകളൊക്കെ കോൺഗ്രസിനകത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് അദ്ദേഹം എടുത്തൊരു തീരുമാനം, ചാരായം നിരോധിക്കാൻ എടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം നമ്മുടെയൊക്കെ മനസ്സിന് വല്ലാത്ത ഭയങ്കരമായി ഫീൽ ചെയ്തൊരു തീരുമാനം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു ഹരിശ്രീ എന്ന് പറയുന്നത്, KSU പ്രവർത്തനമൊക്കെ സ്കൂളിനകത്ത് വന്നു, കോളേജിനകത്ത് വന്നു, നമ്മൾ ആ രീതിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഒരു ജനകീയമായ ഒരു വലിയ സമരത്തിലേക്ക് നമ്മൾ ചെന്ന് പെട്ടത്, അല്ലെങ്കിൽ അതിന് നേതൃത്വം ഏറ്റെടുത്ത് വലിയ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു എത്ര പ്രായമായിരുന്നു? അന്ന് ഒരു 18 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതൊക്കെ പറയുന്ന കൗമാരപ്രായത്തിൽ ജനകീയ നേതാവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കൽ കഴിഞ്ഞ അവിടെ. അപ്പോൾ അത് നമുക്ക് കിട്ടിയ ഒരു ഊർജ്ജം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഇത് കയറി വരുന്നത്. ലീഡർഷിപ്പിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നല്ല ലീഡർഷിപ്പ് ഒരുപാട് ഉണ്ടായതുകൊണ്ടും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് പറ്റിയൊരു വലിയ നല്ല ഒരു അനുഭവം. ഈ സമരങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതെ, അനീതിക്കെതിരെയുള്ള പോരാട്ടം ഏറ്റെടുക്കാൻ എത്ര ക്രൈസിസ് ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ആവേശമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സമരങ്ങളിൽ, ഇപ്പോൾ പാർട്ടിയുടെ AICC നിർദ്ദേശം, KPC നിർദ്ദേശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുറേ സമരങ്ങൾ വരും. ആ സമരങ്ങളിലൊക്കെ ആദ്യാവസാനം അതിൻ്റെ ഒരു സംഘാടകനായിട്ട് ഞാൻ ഉണ്ടാവും. ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ കഴിഞ്ഞ ഒരു 35-40 കൊല്ലമായിട്ട് ഏത് പരിപാടി നടന്നിട്ടുണ്ടോ, KSU, കോൺഗ്രസ്, UDF, അതിൻ്റെ മുന്നിലോ പിന്നിലോ സൈഡിലോ എവിടെയെങ്കിലും സാന്നിധ്യം ഉണ്ടായിരിക്കും, ഞാൻ ഉണ്ടാവും. പാർട്ടി പരിപാടി വന്നാൽ ആ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥത എനിക്ക്. അതിപ്പോൾ ചെറുതുരുത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ചെറുതുരുത്തിക്ക് പോകാൻ ഞാൻ റെഡിയാണ്. പാർട്ടിയാണ് വലുത്. ഇപ്പോൾ മേത്തല പോകണോ, ഞാൻ റെഡി. KSU സമരത്തിന് പോകണോ, ഞാൻ റെഡി. കളക്ടറേറ്റ് മാർച്ചിന് പോകണോ, ഞാൻ റെഡി. ഏറ്റവും കൂടുതൽ സമരങ്ങളിൽ സജീവമായി പങ്കെടുത്തുള്ള ഒരാളാണ് ഞാൻ. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിനകത്ത് ചെറുപ്പം മുതലേ മനസ്സിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ അന്തിക്കാടിൻ്റെ ഒരു വിപ്ലവ വീര്യം എനിക്കും കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ഓർമ്മ വയ്ക്കുന്ന സമയത്ത് അന്തിക്കാട് കലാപകലുഷിതാണ്. അതായത് സുധീരൻ ഒരാൾ, ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, അവർ നടത്തുന്ന സമരങ്ങൾ, പോലീസ് വന്ന് അവരടിക്കുന്നത് എന്ന് തുടങ്ങി നക്സലിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ സാന്നിധ്യം അന്തിക്കാട്, KP പ്രഭാകരനെ പോലെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ അവരുടെയൊക്കെ ഒരു ജന്മസ്ഥലം, അന്ന് തുടങ്ങി നമ്മുടെ മനസ്സിനകത്ത്
ഒരുപാട് പോരാട്ടങ്ങളും പോലീസ് ഇടപെടലുകളും പോലീസ് അതിക്രമങ്ങളും ബലപ്രയോഗവും മർദ്ദനമൊക്കെ കണ്ടിട്ടുള്ള ഒരു സാധനം മനസ്സിൽ കിടക്കുന്നുണ്ട്. ആ വിപ്ലവീരുണ്ട്. ആ വിപ്ലവീരൻ. അപ്പോൾ അത് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമ്മൾ സമരമെന്ന് കേട്ടാൽ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതിനോട് താതാത്മ്യം പ്രാപിക്കുക. അന്നുപോലെ ഫൈറ്ററാണ്. ഫൈറ്റർ